വലിയ കൊടിയുടെ ഏറ്റവും മണ്ടയിലുള്ള മണ്ടത്തലയെന്നാണ് പറയുന്നതിന്, അല്ലെങ്കിൽ കയറുതലയെന്ന് പറയും. കയറുതല മുറിച്ച് ഒരെട്ടടി പൊക്കത്തിൽ മാന്തിയിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചാൽ 2-ാം വർഷം ഇത്രയും വളരും. ഇതുപോലെ മുളകും കായ്ക്കും. ഇത് കണ്ടില്ലേ, ഇതിൽ നിറച്ച് മുളകല്ലേ ഇതിൽ. വരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിൽ കൊടുമ്പടി പ്രദേശത്ത് താമസിക്കുന്ന കർഷകനായ വെള്ളിലക്കാട്ട് ബേബിച്ചേട്ടൻ്റെ അടുത്താണ്. അദ്ദേഹം വ്യത്യസ്തമായി ചെയ്തിരിക്കുന്ന ഒരു കുരുമുളക് തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ ഒരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൽ കുരുമുളക് കൃഷി വിജയിപ്പിച്ച ബേബിച്ചേട്ടൻ്റെ കൃഷി രീതികളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കിന്ന് കാണാം. ബേബിച്ചേട്ടാ, എത്ര വർഷമായി ഈ കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 18 വർഷത്തോളമായി. ഇതുപോലെ എരമ്പത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അതിപ്പോൾ 3-3.5 വർഷം വരെ ആയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്യാമെന്ന് എങ്ങനെയാണ് ബേബിച്ചേട്ടന് മനസ്സിലായത്? കാലത്തെ എൻ്റെ അന്വേഷണ തുര കൊണ്ട് ഞാൻ മനസ്സിലാക്കി, എരമ്പിലാണെങ്കിലും കരിമുണ്ടക്കൊടി ഉൽപ്പാദനക്ഷമത ഉണ്ട്, നല്ല ഈൽഡ് കിട്ടും. നല്ല ഈൽഡ് കിട്ടും. അപ്പോൾ കാലാവസ്ഥയും കൂടി ഒത്തിണങ്ങിയാൽ വളരെ നല്ല ഉൽപ്പാദനം കിട്ടും. അതേസമയം നമ്മുടെ ഇവിടുത്തെ അതിവർഷം ഇപ്പം കുരുമുളക് കൃഷിയുടെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നുണ്ട്. ഈ വർഷം പ്രത്യേകിച്ച് ഈ തവണ വിളവ് കുറവായി. ഏതാണ്ട് 50% ഉള്ളൂ. 50% തിരികളും പൊഴിഞ്ഞു പോയി ആ വലിയ മഴക്കാലത്ത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി മുളക് കാണേണ്ടതാണ്. മേഞ്ഞ് കിടക്കും മുളക്. അത്രയും ഈ വയ്ക്കുന്ന വൃക്ഷത്തേലും മറ്റും 2 പേര് ഒരു ദിവസം മുളക് പറിക്കേണ്ടതാണ് ഈ വർഷം. ഇപ്പുറത്ത് നിൽക്കുന്ന വലിയ വൃക്ഷത്തേലും 2 പേര് ഒരു ദിവസത്തെ ജോലി ചെയ്യാനുള്ളത്. അതിൽ നിന്ന് എത്രയും മുളക് കിട്ടും. അതുപോലെ ഏതാണ്ട് ഒരു 60-70 സസ്യങ്ങളുണ്ട് മാതൃവൃക്ഷമായിട്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ മാതൃ സസ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഉയരത്തിൽ കയറുന്ന അല്ലെങ്കിൽ കയറുതലയാണ് നമ്മൾ ഏറ്റവും തലയ്ക്ക് മുറിച്ചെടുത്ത് നട്ടത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒറ്റ വർഷം മുതൽ ഉൽപ്പാദനം കിട്ടുന്നത്. അല്ലെങ്കിൽ കിട്ടുകയില്ല. അല്ലെങ്കിൽ 3 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ ആവും ചെറിയ ഉൽപ്പാദനത്തിന്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മറ്റൊരു സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയില്ല. തോട് മുതൽ ഇതിന് കണ്ണി വിരിഞ്ഞു. എത്രാമത്തെ വർഷമായി കൊടി? ഇത് 2-ാമത്തെ വർഷം കൊടിയാണ്. പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കുകയില്ല. പക്ഷേ ഇതൊരു പ്രത്യേക തരം കുരുമുളക് കൃഷിയാണ്. ഈ വലിയ കൊടിയുടെ ഏറ്റവും മണ്ടയിലുള്ള മണ്ടത്തലയെന്നാണ് പറയുന്നതിന്, അല്ലെങ്കിൽ കയറുതലയെന്ന് പറയും. കയറുതല മുറിച്ച് ഒരെട്ടടി പൊക്കത്തിൽ മാന്തിയിട്ട് നല്ല രീതിയിൽ പരിപാലിച്ചാൽ 2-ാം വർഷം ഇത്രയും വളരും. ഇതുപോലെ മുളകും കായ്ക്കും. ഇത് കണ്ടില്ലേ, ഇതിൽ നിറച്ച് മുളകല്ലേ ഇതിൽ. ഇങ്ങനെ മുളക് കായ്ക്കും. അല്ലെങ്കിൽ കൃഷിക്കാരൻ സാധാരണ വള്ളിത്തല ഇട്ടാൽ ഒരു 3 വർഷമാകുമ്പോൾ മുണ്ടുകൊടുക്കാൻ കിട്ടുമെന്ന പഴയ കണക്ക്. 3-ാം വർഷം. ഇതിപ്പോൾ പിറ്റേ വർഷം മുതൽ നല്ല ഉൽപ്പാദനത്തിലാണ്. പക്ഷേ സ്വന്തമായിട്ട് നടീൽ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ എരമ്പത്ത് ഇങ്ങനെ കായ്ക്കുന്നത് അത് ഈ ഒരു വർഗ്ഗം കരിമുണ്ട എന്ന് പറയുന്ന കുരുമുളക് ചെടി മാത്രമേ എരമ്പിൽ ഇതുപോലെ സമൃദ്ധമായിട്ട് കായ്ക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത് ഇങ്ങനെ റബ്ബറിൻ്റെ എരമ്പ് കൂടെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചത്. ഇത് മുഴുവൻ എരമ്പ വായരമ്പ റബ്ബറിൻ്റെ മൊത്തം വായരമ്പല്ലേ. ഇതാണ് ഇതിൻ്റെ കാര്യം. ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇത് കൃഷി അല്ലേ? ഇത് പ്രത്യേക രീതിയിൽ 10 അടിക്ക് ഒരു സാലിട്ട് കറക്റ്റായിട്ട്. കാരണം ഇത് 15 അടി കൂടുതൽ കയറ്റി പിടിക്കാമല്ലോ ഒരിക്കലും. ഇതിപ്പോൾ എല്ലാ ആളുകൾക്കും ഇതൊന്നും അനുകരിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ റബ്ബർ മൂലം മറ്റുള്ള കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ഇത് ചെയ്യാം അല്ലേ? റബ്ബർ കൃഷി, അതെ, ഈ കൃഷി വളരെ വിജയകരമാണ്. അതേസമയം റബ്ബർ കൃഷി പരാജയപ്പെട്ടപ്പം അത് വിജയിച്ചു നിന്ന കാലത്തെ ആ സുഖം പോയി. റബ്ബറിന് വിലയില്ലെന്നായി. അതുകൊണ്ട് മനുഷ്യർ ഇനി മാറ്റി ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് തെളിവൊക്കെ ഇല്ലെങ്കിൽ അല്പം എരമ്പ് ഇറക്കി കളഞ്ഞാലും ഇടയ്ക്ക് ഒരു റബ്ബർ വെട്ടി കളഞ്ഞിട്ടാണെങ്കിലും അല്ലേ, കൃഷി ചെയ്താൽ ഒരു 10 റബ്ബറിനകത്ത് 2 വെട്ടിക്കളയാം. എന്നിട്ട് അതിനിടയ്ക്ക് നടാം. ഇത് നട്ടാൽ വളരെ പ്രയോജനകരമാണ്. ഒരു മിനിമം സംരക്ഷണം മതി താനും. ഇപ്പോൾ 700 രൂപ വിലയുണ്ട് ഈ സാധനത്തിന് 1 കിലോയ്ക്ക്. അപ്പോൾ ഇത് വളരെയധികം വിജയം. ഒരു മിനിമം ഒരു കിലോ കിട്ടിയാൽ മതി ഒരു കൊടിയെന്ന്. 1 കിലോ ഉണക്കമുളക് കിട്ടിയാൽ വളരെ ലാഭകരമാണ്. റബ്ബറിനേക്കാളും അധ്വാനം കുറവും. വർഷത്തിൽ 1 കളക്ട് ചെയ്താൽ മതി. റബ്ബർ എന്നും ടാപ്പ് ചെയ്യണം. അതാണ് റബ്ബറിന് ഇത് കുരുമുളകുമായിട്ടുള്ള പ്രത്യേകത. ഇതിന് അല്പം കൂടെ ഉയർന്ന സംരക്ഷണം നൽകുകയാണെങ്കിൽ ഇതിലും ഉൽപ്പാദനം കൂടും. ഞാൻ കൃത്രിമ വളങ്ങളോ അധികം വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ആ ചോട്ടിൽ ഒരു പണിയും ചെയ്യാല്ല. പുല്ല് അരുവാൾ കൊണ്ടൊന്ന് വീശിക്കളയും. പുല്ല് പറിക്ക് പോലുമില്ല. മണ്ണിളക്കാൻ പാടില്ല. മണ്ണിളക്കിയാൽ ഇത് കേടുവന്ന് കയറി ഇത് നശിച്ചു പോകും. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അരുവ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇത്രയും മാത്രമേ ചെയ്യൂ. എന്താ വളം ചെയ്യുന്നത്? ഇതിന് പ്രത്യേകിച്ച് അല്പം ജൈവവളം.
എന്തേലും ചാണകം ഇടുകയല്ല, എന്ന് വെച്ചാൽ ചാണകം കേട് കൂട്ടി കൊണ്ടുവരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കോഴിവളമായിട്ട് കോഴിവളമാണ് അത് ഇതിൻ്റെ ചോട് ചേർത്ത് ഇടുകയല്ല, ഒരടി അകലക്കൂടെ ഇടുകയുള്ളൂ. ഒരടി അല്ല, 2-2.5 അടി അകലക്കൂടെ ഇടുകയുള്ളൂ ഇത്. അപ്പോൾ ഇത് സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. രാസവളമൊന്നും ചെയ്യുന്നില്ല. രാസവളം ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ 15 അടി കൂടുതൽ കയറ്റി വിടരുത്, ഇനിയുള്ള കാലം പറിക്കാൻ ആളില്ല. അപ്പോൾ ഒരു ചെറിയ ഗോവണിയിലൊക്കെ ആണെങ്കിൽ കൃഷിക്കാരന് തന്നെ അത് പറിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ കാര്യം. ഉയരത്തിൽ കയറുമ്പോൾ ഇന്ന് അതുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, അതിനുള്ള ആളുമില്ല ഇന്നുള്ള കാലം. ഇതുപോലെ എരമ്പത്ത് കൊടി എങ്ങനെയാണ് വളരാൻ സാധ്യതയുണ്ടോ? അത് കരിമുണ്ടയെന്ന് പറയുന്ന വർഗ്ഗം കുരുമുളക് ചെടികൾ ഒരു 50-60% വരെ ഷെയ്ഡിലും വളരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈൽഡ് എങ്ങനെയുണ്ട്? ഏതാണ്ട് ഒരു ചെടിയിൽ നിന്ന് ഏതാണ്ട് ഇപ്പോൾ ഈ തൈക്കൊടി ആയതുകൊണ്ട് 2-ാം വർഷം കൊടിക്ക് 1 കിലോ അടുത്ത് ഉണക്കമുളക് കിട്ടും. 2-ാം വർഷം ചെടി ആയതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ കൃഷി ചെയ്താൽ മാത്രമേ അത് 2-ാം വർഷം ഉൽപ്പാദനം തരുള്ളൂ. കയറുതല മുറിച്ചിട്ട് നട്ട സസ്യങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഉൽപ്പാദനക്ഷമത ഉണ്ടാവുകയുള്ളൂ. ഈ ബേബിച്ചേട്ടൻ എത്ര വർഷമായി ഇതുപോലെ എരമ്പത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഏതാണ്ടൊരു 15 വർഷം ആയി. 15 വർഷമായി. ആ വലിയ കൊടികളെല്ലാം കാണുന്നത് അതിന് മുമ്പ് ആ 15 വർഷമായിട്ട് കൃഷി ചെയ്തു. അപ്പോൾ ഈ മരങ്ങളിൽ കൊടി കയറ്റി വിട്ടു. മരങ്ങളിൽ കൊടി കയറ്റി വിട്ടു. എന്നിട്ട് അതുള്ളത് കൊണ്ടാണ് നമുക്ക് കയറുതല മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഈൽഡ് കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റുള്ള പഠനം നടത്തിയ ശേഷമായി ഈ കൃഷി ആരംഭിച്ചത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വെറുതെ കൊടി കയറ്റി വിട്ടു. വെറുതെ കൊടി ഇതും വലിയ വൻ വൃക്ഷങ്ങളിലെല്ലാം കയറ്റി വിട്ടു. അപ്പം കയറ്റി വിട്ടപ്പം നമുക്ക് അതിനുള്ള ഈൽഡ് കിട്ടി. അതിൻ്റെ ഈ എരമ്പിൽ ഇത്ര ഉൽപ്പാദനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അത് ഒരു പരീക്ഷണമായിട്ട് കണ്ട് നമ്മൾ പിന്നെ വീണ്ടും ഇവിടെ പരീക്ഷണം വിജയിച്ചത് കൊണ്ടാണ് ഈ പരീക്ഷണത്തിലേക്ക് ഈ കൃഷിയിലേക്ക് മാറിയത്. കൃഷിക്കാർ ഒരു മാറ്റം അത്യാവശ്യമായിട്ട് സ്വീകരിക്കണം. നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി കൃഷിയിലേക്ക് മാറണം. ഇത് കുരുമുളക് കൃഷിയിൽ നിന്ന് തന്നെയല്ല, മറ്റു കൃഷിയിലാണേലും. അത് അതിനകത്തൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ചാനൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഈ കർഷകരുടെ പരീക്ഷണങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് നമ്മൾ കൂടുതലായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പം കർഷകൻ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒക്കെ വേവിച്ചേട്ടൻ കാണുന്നതാണല്ലോ. അപ്പം നമ്മൾ കർഷകർ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. ശരിയല്ലേ? അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോ എന്ന് പറയുന്ന ഒരു ആൾക്കാർ പരീക്ഷണം നടത്തി നമ്മളെ പറ്റിക്കുന്ന പരിപാടി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം വേവിച്ചേട്ടൻ തന്നെ അറിയാമല്ലോ, നമ്മുടെ 414 എന്ന് പറഞ്ഞ ഒരു റബ്ബറിനം അല്ലേ, ജനങ്ങളെയൊക്കെ ശരി വിട്ടിയാക്കുമല്ലേ ഇതേ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അല്പം വിഡ്ഢിത്തരം ഉണ്ടെങ്കിലും തടി ഭയങ്കര വളർച്ചയാണ്. ഇത് ഈ നിൽക്കുന്നത് 414 ഇതിൽ ഒരു മരം കൊടുത്താൽ ഇപ്പോൾ 5000 രൂപ അടുത്ത് തടിക്ക് വില കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് അത് ലാഭമാണ് അല്ലേ? അത് ലാഭമാണ്. ഈ റബ്ബർ നോക്കണ്ട, പാല് നോക്കേണ്ട കാര്യമില്ല. പാലിത്തിന് പറഞ്ഞാലും ഒരു 20 വർഷം ആകുമ്പോഴത്തേനും ഒരു മരം ഏതാണ്ട് ഒരു 6000 രൂപയ്ക്ക് മോളി വില കിട്ടും. എന്നാ പിന്നെ പൊങ്ങലും വെച്ച് വിട്ടാൽ പോരെ? പൊങ്ങലും വെച്ച് വിട്ടാലും മതി. ഇതെല്ലാം നിൽക്കുന്ന പൊങ്ങല്. അതെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ എന്തെങ്കിലും കമൻറ്റ് എഴുതുകയോ മാത്രം ചെയ്താൽ മതിയാകും.